ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ഒരു Q&A സെഷൻ ആണ്. ഒരുപാട് കുട്ടികൾ ഈ ഇടയിൽ എക്സാം എഴുതിയിട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ അതിനെല്ലാം കൂടെ ഉള്ള ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ. ജൂലൈ 31 വരെ ആയിരുന്നു നമുക്ക് ട്രയൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവരെ എക്സാം ആൾക്കാർക്ക് അത്യാവശ്യം വേണ്ട റിക്വേർഡ് സ്കോർ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ എക്സാം എഴുതുന്ന കുട്ടികളിൽ മെജോറിറ്റി ലൈക്ക് ഒരു 58 അല്ലെങ്കിൽ ഒരു 59 സ്കോറുകൾ നിൽക്കുന്നത്. വളരെ ചുരുക്കം ആൾക്കാർക്കായിരിക്കും അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ 70 ഒക്കെ സ്കോർ കിട്ടുന്നത്. മെജോറിറ്റി നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്കോറാണ് പൊതുവെ എല്ലായിടത്തും കാണാൻ പറ്റുന്നത്. സോ അതിനെ വിചാരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. സോ ആ ഡൗട്ടുകളെല്ലാമാണ് നമ്മളിവിടെ ക്ലിയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, IELTS-നേക്കാളും എളുപ്പമാണ് PT എക്സാം എന്ന് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് തിടുക്കമാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഏജൻസിക്കാര് അവരെ ഇങ്ങനെ റഷ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ മാസം ലാസ്റ്റ് തന്നെ നിങ്ങളുടെ റിസൾട്ട് തരണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഏജൻസിക്കാർക്ക് ഒരു ടാർഗറ്റ് ഉണ്ടല്ലോ. സോ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ട് നിങ്ങൾ എക്സാം എഴുതുക. ചിലപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാലിബർ ഉള്ള ഒരു സ്റ്റുഡന്റ് ആയിരിക്കും. അത്യാവശ്യം കാലിബർ ഉള്ള സ്റ്റുഡൻസിന് ഓവർ കോൺഫിഡൻസ് പാടില്ല. അത് ഫസ്റ്റ് തിങ്. നിങ്ങളൊരു 20 ഡേയ്സ് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം. ഒരു 3 hours എങ്കിലും വർക്ക് ചെയ്തിട്ട് നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്കോർ കിട്ടും വൺസ് നിങ്ങളുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട്. ഇനി അത്രയും കാലിബർ ഇല്ലാത്ത ഒരു ആൾക്കാരാണെങ്കിൽ ഒരു 1 month എന്താണെങ്കിലും നിങ്ങൾ ഏറ്റവും മിനിമം ഒരു 1 month എങ്കിലും ഡെയിലി 3 hours വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിനേക്കാളും ബിലോ ആവറേജ് ആണെങ്കിൽ 1 month ഒന്നും പോരാ. എല്ലാവർക്കും ധൃതിയാണ്. ഒരു 15 days ക്ലാസ്, ഒരു ക്രാഷ് കോഴ്സ് പോലെ ആയിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഒരു 15 days ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഒരു 10 days കഴിയുമ്പോൾ റിസൾട്ട് വരണം. അല്ലെങ്കിൽ ചില മിക്ക ആൾക്കാരും ഡേറ്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും ക്ലാസ്സിന് ജോയിൻ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് സമയം നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു സമയം കണ്ടെത്തുക. ഓക്കെ, ബാക്കിയുള്ളവർ നമ്മളെ ധൃതിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള പ്രഷർ, അല്ലെങ്കിൽ ഏജൻസിക്കാരുടെ പ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് ഡേറ്റ് എടുക്കരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കാര്യം. പിന്നെ പിയേഴ്സൺകാരുടെ സ്കോറിങ്ങിന് ഇപ്പൊ വല്ല വ്യത്യാസമുണ്ടോ? പിയേഴ്സൺകാരിൽ സ്കോറിങ്ങിന് ഇതുവരെ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. ഇപ്പൊ റീസെന്റ് നമുക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിനകത്ത് സ്കോറിങ്ങിന്റെ അകത്ത് വ്യത്യാസമുണ്ടോ എന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. AI കൂടുതലും ആക്യുറേറ്റ് ആക്കിക്കൊണ്ടേ അവർ ഇരിക്കത്തുള്ളൂ. ചില ആളുകളുടെ ഒരു സംശയം വെച്ചാൽ നമ്മൾ വൗച്ചർ കോഡ് യൂസ് ചെയ്ത് എക്സാം ബുക്ക് ചെയ്താൽ നമ്മളുടെ എക്സാം റിസൾട്ടിനെ എഫക്ട് ചെയ്യുമെന്ന്. അത് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വൗച്ചർ കോഡ്, ചില ആൾക്കാർക്ക് ഒരു വൗച്ചർ കോഡ് കിട്ടും. ചില ആൾക്കാർ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻകാർ തന്നെ ബുക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് 17,000 ആണ് നിങ്ങളുടെ എക്സാം ഫീസ് എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവർ വേണമെങ്കിൽ 16,000 അവർ ബുക്ക് ചെയ്യും. അത് ഒരു വൗച്ചർ കോഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം കുറച്ച് സ്റ്റുഡൻസ് എന്നെ ചോദിച്ചു, വൗച്ചർ കോഡ് യൂസ് ചെയ്ത് എക്സാം ബുക്ക് ചെയ്തിട്ട് ആ എഴുതുന്ന എക്സാം നമ്മൾ ഫെയിൽ ആയി പോകുന്നത്. കാരണം അങ്ങനെ വൗച്ചർ കോഡ് ചെയ്തിട്ട് അവർ 3 പ്രാവശ്യമൊക്കെ എക്സാം എഴുതിയിട്ട് വരുന്ന ആൾക്കാരുണ്ട് എൻ്റെ അടുത്തേക്ക്. സോ വൗച്ചർ കോഡും എക്സാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ വൗച്ചർ കോഡ് പ്രൊവൈഡ് ചെയ്യുന്നത് പിയേഴ്സൺകാർ തന്നെയാണ്. പിയേഴ്സൺകാരുടെ കയ്യിൽ നിന്ന് ബൾക്ക് ആയിട്ടാണ് ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും വൗച്ചർ കോഡ് പർച്ചേസ് ചെയ്യുന്നത്. സോ വൗച്ചർ കോഡും എക്സാമിന്റെ റിസൾട്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ ഒരു സംശയം, PT എക്സാം ബാൻ ചെയ്യുമോ? PT എക്സാം നിർത്തും എന്ന് കേൾക്കുന്നുണ്ടല്ലോ. പിയേഴ്സൺകാരുടെ PT എക്സാം കൂടുതൽ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുക. പുതിയ പുതിയ കൺട്രീസിലും പുതിയ യൂണിവേഴ്സിറ്റിയിലും എല്ലാം അക്സെപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുക. സോ അത് നിർത്താനുള്ളൊരു ചാൻസ് ഉടനെ ഒന്നും കാണുന്നില്ല. There is technical issues in the exam center. Yes, ടെക്നിക്കൽ ഇഷ്യൂസ് വളരെ ചെറിയ ചില സ്ഥലങ്ങളിൽ ചില എക്സാം സെന്റേഴ്സിൽ നമ്മൾ ടെക്നിക്കൽ എറേഴ്സ് കണ്ടിട്ടുണ്ട്. സ്റ്റുഡൻസിന് ചില കുട്ടികൾ റീഡിങ് ചെയ്യുമ്പോഴത്തേനും പിന്നെ അങ്ങോട്ട് ക്ലിക്ക് ആകത്തില്ല, അല്ലെങ്കിൽ അടുത്തടുത്ത ഓപ്ഷൻസ് അവർക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചില കുട്ടികൾക്ക് ആദ്യം മൈക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അവർ പറയും, മിസ് മൈക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും എനിക്ക് ആ ഹെഡ്ഫോണിൽ ചെറിയ രീതിയിലായിരുന്നു എന്റെ ശബ്ദം കേട്ടത്. അപ്പം അവരോട് പറഞ്ഞപ്പം അവർ പറഞ്ഞു കുഴപ്പമില്ല, കേൾക്കുന്നുണ്ടല്ലോ. സോ അവരങ്ങനെ പറയും. നമ്മൾ കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ വേണം നമ്മൾക്ക് ആ ഒരു വോളിയം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ചേഞ്ച് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിക്വസ്റ്റ് സ്കോർ കിട്ടണം എന്നില്ല. അപ്പം നിങ്ങൾ ഒരുപാട് പേര് പറയും സ്പീക്കിംഗ് വളരെ നന്നായിട്ട് ചെയ്തു, പക്ഷെ സ്പീക്കിംഗിന്റെ സ്കോർ കുറവായിട്ട്. അപ്പൊ ചില വളരെ മൈന്യൂട്ട് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ടെക്നിക്കൽ എറേഴ്സ് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ 4-5 സെന്റേഴ്സിൽ പോയി എക്സാം എഴുതി അവിടെ ഒന്നും നമുക്ക് എക്സാം പാസ്സായില്ലെങ്കിൽ അതിന്റെ അർത്ഥം
എക്സാം സെന്ററിന്റെ കുഴപ്പമാണ് എന്നല്ല. ഓക്കെ, പല സ്ഥലങ്ങളിൽ, അപ്പൊ അത് ഈ കേരളത്തിൽ മാത്രമല്ല എക്സാം സെന്ററിൽ കുഴപ്പമുള്ളത്. UK-യിലുള്ള ഒരു സെന്ററിന് എറേഴ്സ് സംഭവിക്കുന്നതായിട്ട് കുട്ടികൾ പറയുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് ഓരോരോ ഇഷ്യൂസ് ഫേസ് ചെയ്തു എന്ന് അവർ പറയാറുണ്ട്. ഓക്കെ, ഇസ് ഇറ്റ് പോസിബിൾ ടു ഗീവ് ഫോർ റീവാലുവേഷൻ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് റീവാലുവേഷന് കൊടുക്കാം. പക്ഷേ റീവാലുവേഷൻ ഓൾമോസ്റ്റ് എക്സാം ഫീസിന്റെ അത്രയും തന്നെ വരാറുണ്ട്. അപ്പൊ എക്സാം ഫീസ് കേരളത്തിൽ 17,000 ആണെങ്കിൽ റീവാലുവേഷൻ കൊടുക്കുമ്പോൾ ഓൾമോസ്റ്റ് അതിന്റെ ക്ലോസ് ആയിട്ടായിരിക്കും എമൗണ്ട് വരുന്നത്. അപ്പൊ നമ്മൾ റീവാലുവേഷൻ കൊടുത്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് നമ്മുടെ റിസൾട്ടിൽ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ക്യാഷ് റീഫണ്ട് ചെയ്യും, അല്ലെങ്കിൽ ആ ക്യാഷ് പോയി. പക്ഷെ 99.5% റീവാലുവേഷനിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരാറില്ല. കാരണം ഇത് AI സ്കോറിംഗ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് വേറെ വ്യത്യാസങ്ങൾ ഇതുവരെ റീവാലുവേഷൻ കൊടുത്ത ഒരു കുട്ടികളിലും ഞാൻ ചേഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സാധനം കണ്ടിട്ടില്ല. ഓക്കെ, സോ റീവാലുവേഷൻ ചെയ്താലും കുട്ടികൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടാറില്ല, ആ ക്യാഷ് വെറുതെ പോയി എന്നായിരിക്കും. അത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആക്യുറേറ്റ്. ഇത് ഞാൻ എന്റെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കിട്ടുന്ന കുറച്ച് മെറ്റീരിയൽസ്, കുറച്ച് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യാൻ എന്ന് അറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്രമാണ് ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്. ലൈക്ക് ആൽഫ PT, ഗുരുളി, ലാംഗ്വേജ് അക്കാഡമി, PT സ്കോർ, ആപ്പ് യൂണി, അങ്ങനെ ഇഷ്ടം പോലെ ഇതുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് സെയിം ക്വസ്റ്റ്യൻസ് കിട്ടും, പക്ഷെ ഒന്നും ആക്യുറേറ്റ് അല്ല. അപ്പൊ ആപ്പ് യൂണി എന്ന് പറയുന്നതിന്റെ അകത്ത് അവരുടെ സ്കോറിംഗ് ഒട്ടും കറക്റ്റ് അല്ല. ചില കുട്ടികൾ പറഞ്ഞു അതിന്റെ അകത്ത് ഞാൻ ചെയ്തപ്പോൾ മോക്ക് ടെസ്റ്റിന് 70 കിട്ടി, പോയി എക്സാം ചെയ്തപ്പോൾ 30 ആണ് കിട്ടി. ആപ്പ് യൂണിയുടെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ അതിലെ ക്വസ്റ്റ്യൻസുകൾ കൂടുതലും റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ഒക്കെ അതിന്റെ അകത്ത് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ കുട്ടികൾക്ക് വരാറുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഗുരുളിക്കകത്ത് ഒരു വർഷം മുന്നേ വരെ ഗുരുളിക്കകത്ത് കുട്ടികൾ പ്രാക്ടീസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്ത ആ കിട്ടുന്ന സ്കോറിനേക്കാളും ഒരു 5 മാർക്ക് കൂടുതൽ അവർക്ക് റിയൽ എക്സാമിന് കിട്ടുമായിരുന്നു. പക്ഷെ കുറച്ച് നാളിന് മുന്നേ അതങ്ങ് മാറി, ഗുരുളിക്കകത്ത് കിട്ടുന്നതിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടാണ്ടായി. ഓക്കെ, പിന്നെ ആൽഫ PT ചെയ്യുന്നതിന്റെ എക്സാക്ട് ആ സ്കോർ തന്നെ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ റീസെന്റ് കാണാൻ പറ്റുന്നത് ആൽഫ PT 70 കിട്ടുന്ന കുട്ടികൾ പോയി എക്സാം എഴുതുമ്പോൾ അവർക്ക് 55 ആയിരിക്കും സ്കോർ കിട്ടുന്നത്. അപ്പം അങ്ങനെയൊക്കെ അപ്പം എല്ലാത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുമ്പ് 2-3 തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലും മോക്ക് ടെസ്റ്റ്, ഏതെങ്കിലും ഒരെണ്ണം മാത്രം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. എല്ലാത്തിലും ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ലാംഗ്വേജ് അക്കാഡമിയിലും ഫ്രീ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഗുരുളിക്കകത്ത് ഉണ്ടായിരിക്കും, എല്ലാത്തിലും ഫ്രീ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. എല്ലാത്തിന്റെയും ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എടുക്കുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ആവറേജ് കിട്ടും, നിങ്ങൾക്ക് എത്രയായിരിക്കും സ്കോർ കിട്ടുന്നത് എന്നുള്ളത്. സോ ഈ സെയിം ക്വസ്റ്റ്യൻസ് വരാറുണ്ടോ? സെയിം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പൊ ആൽഫ PTന്ന് റീഡിങ് ആൻഡ് റൈറ്റിംഗിന്റെ സെയിം ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ട്. ചില കുട്ടികൾക്ക് അതിന്റെ സെയിം സാധനം തന്നെ റിപ്പീറ്റ് സെന്റൻസിൽ വന്നിട്ടുണ്ട്. ആപ്പ് യൂണി എന്നുള്ളത് കുറെ ആൾക്കാർ പറയുന്ന ആപ്പ് യൂണിയുടെ സെയിം ക്വസ്റ്റ്യൻസ് ആണ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ വരുന്നത്. അപ്പൊ അങ്ങനെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇറ്റ് വേരീസ്, ഓരോ സീസണിലും അത് വേരി ചെയ്യുന്നുണ്ട്. സോ ഒന്നും കണ്ടിട്ട് ഇത് ആക്യുറേറ്റ് ഈ സെയിം സ്കോർ എനിക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോകരുത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ പുതിയൊരു മാറ്റം എന്ന് വെച്ചാൽ മറ്റേത് ഒരു വർഷം നമുക്ക് എത്ര വേണേലും PT എക്സാം എഴുതായിരുന്നു. പക്ഷെ ഇപ്പം പിയേഴ്സൺകാർ ഒരു എക്സാം എഴുതുന്നതിന്റെ അകത്തൊരു റിസ്ട്രിക്ഷൻസ് വരുത്തിയിട്ടുണ്ട്. അതായത് ഒരു വർഷം മാക്സിമം 12 എക്സാം മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ, 12-ൽ കൂടുതൽ എക്സാം എഴുതാൻ പറ്റത്തില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 2-3 തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ പ്രാക്ടീസ് ചെയ്യുക. അതിൽ മോക്ക് ടെസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം മാത്രം റിലേ ചെയ്യുക. 2, നിങ്ങൾ സമയം എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കൂടുതലും ആൾക്കാർ മൈഗ്രേഷന് വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ആ മൈഗ്രേഷന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ കൂടുതലും നേഴ്സസ് ആയിരിക്കും വരുന്നത്. UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡിൽ നിന്നൊക്കെ വരുന്നത് നേഴ്സസ് ആയിരിക്കും. അവർക്കൊന്നും സമയമില്ലായികയാണ് അവരുടെയൊക്കെ പ്രശ്നം. പക്ഷെ നിങ്ങൾ സമയം കണ്ടെത്തണം. എനിക്കറിയാം നേഴ്സസിനൊക്കെ ഭയങ്കര വർക്ക് ലോഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഈ ഒരു സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ട സ്കോർ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ.